അമ്മ മാതാവിനും തിരുക്കുമാരനും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സോണിയ ബിജു. ഞാൻ പാലാരൂപത കാവുംകണ്ടം ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മോള് ഡ്യൂണ ബിജു. 2023 ജാനുവരി 2-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് കുമ്പസാരം നടത്തി. ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ മോൾക്ക് പീരിയഡ്സ് ആയപ്പോൾ ആദ്യത്തെ ഒരു മാസം 6-7 ദിവസം കൊണ്ട് പീരിയഡ്സ് നിന്നു, യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. രണ്ടാമത്തെ മാസം അത് 15 ദിവസമായിട്ട് നീണ്ടു നിന്നു. മൂന്നാമത്തെ മാസം മുതൽ 22-23 ദിവസം വരെ നീണ്ടു നിന്നു. ആദ്യത്തെ ഒരാഴ്ച സ്കൂളിൽ പോകാനോ ഒന്നും പറ്റിയിരുന്നില്ല. അതുപോലെ വയറുവേദനയും മസിൽ പെയിന്, ഹാർട്ട് ബീറ്റ്സ് കൂടുതൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ വൈറ്റമിൻ ടാബ്ലറ്റ്സും അയൺ ടാബ്ലറ്റ്സും മുടങ്ങാതെ കുറേ കാലത്തേക്ക് കഴിക്കുവാണെങ്കിൽ ഇത് നോർമലാകുമെന്ന് പറഞ്ഞു. അങ്ങനെ 1 വർഷത്തോളം ഞങ്ങൾ നോക്കി, എന്നിട്ട് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യത്തെ നിയോഗം വെച്ചത് മോളുടെ 23 ദിവസം നീണ്ടുനിന്ന ഈ പീരിയഡ്സ് 8 ദിവസമാക്കി ചുരുക്കി തരണമെന്നായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം മോളുടെ വയറ്റിൽ തൈലം പുരട്ടി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. മരുന്നിന് പകരം ഞാൻ നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും തേനും കഴിക്കാൻ കൊടുത്തു. അതിൻ്റെ എല്ലാം ഫലമായി ഇപ്പോൾ 2.5 വർഷത്തോളമായി ഞാൻ ഉടമ്പടി എടുത്തിട്ട് ആ മാസം മുതൽ ഈ മാസം വരെ 8 ദിവസത്തിൽ കൂടുതൽ പീരിയഡ്സ് നിന്നിട്ടില്ല. അമ്മ മാതാവ് നൽകിയ അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, 3 മാസമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് നടുവിന് വേദനയായിരുന്നു. ഒരുപാട് മരുന്ന് കഴിച്ചു, എന്നിട്ടൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. എല്ലാ ദിവസവും വൈകിട്ട് കിടക്കാൻ നേരത്ത് പെയിൻ കില്ലർ കഴിച്ച് എന്തെങ്കിലും ഒരു ബാമും പുരട്ടിയാണ് കിടക്കുന്നത്. ഒരു സാധനം എടുക്കാനോ 5 മിനിറ്റ് നേരം ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അത് ഞാനിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഒരാഴ്ച ഞാൻ തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ആ നടുവിന് വേദന വീണ്ടും വന്നിട്ടില്ല. എത്ര ഭാരം വേണേലും എടുക്കാനും എല്ലാം പറ്റുന്നുണ്ട്. അമ്മ മാതാവിനും തിരുക്കുമാരനും ഇതിന് നന്ദി പറയുന്നു. എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് വെച്ചാൽ, 1 വർഷമായിട്ട് 20 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല മെയിൻ റോഡ് സൈഡായിരുന്നു. പലരും വന്ന് സ്ഥലം കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്താണെന്ന് അറിയില്ല, അത് കച്ചവടം ഉറപ്പിക്കാറാവുമ്പോഴത്തേനും അത് മാറിപ്പോകും. അങ്ങനെ ഞാൻ ഇവിടെ 3ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ നിയോഗത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം പോയി വിൽക്കാനിട്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ 4 വശത്തും ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ ഒരു ചേട്ടൻ വന്ന് സ്ഥലം കാണുകയും സ്ഥലം ഇഷ്ടപ്പെട്ട് കച്ചവടം ഉറപ്പിക്കുകയും ചെയ്തു. അഡ്വാൻസ് കാശും തന്ന് പിറ്റേ ആഴ്ച തന്നെ സ്ഥലം വിറ്റുപോവുകയും ചെയ്തു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ഹോസ്പിറ്റലുകളിലും അതുപോലെ അനാഥാലയത്തിലും ഭിക്ഷക്കാർക്കും ഒക്കെ ഞാൻ എല്ലാ ആഴ്ചയും പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. ഹോസ്പിറ്റലുകളിൽ പോയി രോഗികളെ സന്ദർശിക്കുകയും തൈലം പുരട്ടി അവർക്ക് വേണ്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത് സഹായത്തിന് വരുന്നവരെ എല്ലാവരെയും എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ സഹായിക്കാറുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് ഹോസ്പിറ്റലുകളിലും കടകളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലെ ബസ് സ്റ്റോപ്പുകളിലൊക്കെ കൊടുക്കാറുണ്ട്. അച്ഛൻ്റെ ധ്യാനം കേൾക്കുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും അത് സ്റ്റാറ്റസ് ഇടുകയും സെൻഡ് ചെയ്യുകയും ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റമെന്ന് വെച്ചാൽ, ഞാൻ ആഴ്ചകളിൽ ശനിയും ഞായറും മാത്രം പള്ളിയിൽ പോകുന്ന ഒരാളായിരുന്നു. എല്ലാം ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എല്ലാ ദിവസവും പള്ളിയിൽ പോകുവാനും വർഷത്തിൽ 2-3 പ്രാവശ്യം മാത്രം കുമ്പസാരിച്ചിരുന്ന ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുവാനും അതുപോലെ തന്നെ അരമണിക്കൂർ ബൈബിൾ വായിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു കൂട്ടത്തിലായിരുന്നു ഞാൻ. അതെല്ലാം നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 121 5 മുതൽ 8 വരെ തിരുവചനങ്ങൾ. കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ, കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകുവാൻ അവിടുന്ന് നിൻ്റെ വലത് ഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിൻ്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിൻ്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. സോണിയ ബിജു എന്ന ഈ സഹോദരിയും മകളും കർത്താവിൻ്റെ തിരുവൽത്താരയിൽ വലിയ സന്തോഷത്തോടെ പരിശുദ്ധ കൃപാസന മാതാവ് വഴി ലഭിച്ച ജീവിതാനുഭവങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ കുടുംബം ഇവിടെ ഉടമ്പടി എടുക്കുവാൻ വന്നതിന് പോലും കാരണം മകൾക്ക് വളരെയധികം ദിവസങ്ങൾ നീണ്ടുനിന്ന പീരീഡ്സിൻ്റെ പ്രയാസങ്ങളാണ്. വർഷങ്ങൾ മരുന്ന് കഴിച്ചിട്ടും അത് മാറ്റമില്ലാതെ കുഞ്ഞിനെ ഏറെ ക്ലേശങ്ങളിലൂടെ കൊണ്ടുപോകുമ്പോൾ അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു.
ആ ഉടമ്പടി എടുത്ത നാൾ മുതൽ പൂർണ്ണമായിട്ട് മരുന്ന് ഉപേക്ഷിക്കുകയും നിർത്തുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ മരുന്ന് പോലെ മകൾ കുടുംബത്തിൽ ഉപയോഗിക്കുകയും ചെയ്തു. തൈലം കുരിശടയാളം വരച്ച് ഉദരത്തിൽ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തേൻ എന്നിവ ഉള്ളിൽ സേവിക്കുന്നു. അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ആ ക്ലേശാവസ്ഥയിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യവും സാധാരണ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരുവാനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മകളിന്ന് ഏകദേശം 2 വർഷത്തോളം ആ ക്ലേശത്തിൽ നിന്ന് വിമുക്തയായിട്ടാണ് അൾത്താരയിൽ നിൽക്കുന്നത്. ഒരു തവണ സംഭവിക്കുന്നതല്ല. മാതാവ് കണ്ടറിഞ്ഞ് ഈശോയ്ക്ക് കൊടുത്ത് നേടിത്തരുന്നൊരു സംരക്ഷണവും അനുഗ്രഹവും അത് എന്നേക്ക് കൂടെ നിൽക്കുകയും പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുമെന്ന് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ജീവിത പങ്കാളിക്കുണ്ടായ വലിയ നടുവുവേദനയാണ്. അത് ഒത്തിരി മരുന്ന് കഴിച്ച് യാതൊരു ക്ലേശം നല്ല ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയും ഭാരമെടുക്കുവാനോ കുനിയുവാനോ പറ്റാത്ത വിധം ജീവിതം ദുസ്സഹമായപ്പോഴാണ് ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുക. ഇന്ന് സാധാരണ പോലെ ജീവിക്കുവാനും ഭാരമെടുത്ത് ജോലി ചെയ്യുവാനും ഒക്കെ സാധിക്കുന്നുവെന്നതാണ് സാക്ഷ്യപ്പെടുത്തിയത്. കുടുംബത്തിൻ്റെ ഓരോ മേഖലയിലും ലഭിച്ച അനുഗ്രഹങ്ങളെ എണ്ണി പറയുന്നു. മറ്റൊന്ന്, ഒത്തിരി പേർ വന്നു കാണുന്നൊരു സ്ഥലം വിൽപ്പനയ്ക്കിട്ടിട്ട് വിൽപ്പന മാത്രം നടക്കുന്നില്ല. എപ്പോഴും അതിന് തടസ്സമോ കണ്ടിട്ട് താല്പര്യപ്പെടാതെ പോവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഉടമ്പടി ഉപ്പ് വിതറി ആ സ്ഥലത്ത് പ്രാർത്ഥിക്കുകയും പരിശുദ്ധമ്മയുടെ വലിയ സംരക്ഷണയിൽ അത് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ എല്ലാ തടസ്സങ്ങളും ക്ലേശങ്ങളും മാറി ആഗ്രഹിച്ചതുപോലെ നല്ല വിലയ്ക്ക് സ്ഥലം വിറ്റുപോകുവാൻ അമ്മ മാതാവ് സഹായിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുന്നു. ജീവിതത്തോടുള്ള വിശ്വസ്തത നമ്മൾ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ദൈവേഷ്ടത്തെ പ്രതി നമ്മൾ മറ്റുള്ളവരെ ദൈവസ്നേഹത്തോടെ കാണുകയും കാരുണ്യ പ്രവൃത്തികൾ ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ നമ്മൾ സന്നദ്ധരാവുകയും ചെയ്യുന്നു. നാം ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തിക്കും വലിയ അനുഗ്രഹങ്ങൾ ദൈവം കാത്തുവച്ചിരിക്കുന്നു. അതാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് പങ്കുവെച്ച് തരിക. ഓരോ അർത്ഥമറിഞ്ഞ് ചൊല്ലുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും കാരുണ്യത്തോടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഓരോ നമ്മുടെ ഉദ്യമങ്ങൾക്കും ദൈവം അത് പ്രതിഫലം നൽകി നമ്മളെ കാത്തുകൊള്ളുമെന്ന്. അതിന് സൗഖ്യമായി നമുക്ക് അനുഭവങ്ങൾ ലഭിക്കും, ശ്രേയസ്സായി നമുക്കത് അനുഭവങ്ങൾ ലഭിക്കും, സമാധാനമായി കുടുംബത്തിനകത്ത് നമുക്കത് അനുഭവം മാറുന്നത് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തെ അതിൻ്റെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് സുവിശേഷത്തിൽ ഈശോയെ നന്നായി കരം പിടിച്ച് നടത്തി രക്ഷാകൃത്യം പൂർത്തിയാക്കുവാൻ സഹായിച്ച അമ്മയുടെ അതേ സംരക്ഷണം നമ്മുടെ ക്ലേശകാലത്ത് നമുക്ക് കൂട്ടുണ്ടാകുവാനും നമ്മുടെ ജീവിതത്തെ നവീകരിച്ച് അനുഗ്രഹിക്കുവാനും നമുക്ക് പ്രാർത്ഥനയോടെ സമർപ്പിക്കാം. കരങ്ങളടിച്ച് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.